മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ വന്ന വാർത്ത, മൊസാംബിക്കിൽ ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ 3 ഇന്ത്യക്കാർ മരിച്ചു എന്നുള്ളതാണ്. മലയാളിയടക്കം 5 പേരെ കാണാതായി. 2 പേരുടെ നില ഗുരുതരമാണ്. 21 പേരാണ് ആകെ ബോട്ടിലുണ്ടായിരുന്നത്. മിഥുൻ ചേർന്ന്. മിഥുൻ, എന്താണ് സംഭവം? എങ്ങനെയാണ് അപകടം? എന്തോ ഇന്നലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അതിൽ 21 പേരായിരുന്നു ഈ ഒരു ചെറിയ ബോട്ടിലുള്ളത്. അതായത് ഒരു MT Seaquest എന്ന കപ്പലിലേക്ക് ഇന്ത്യൻ ജീവനക്കാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ലോഞ്ച് ബോട്ടാണ് മുങ്ങിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായി ഈ മേഖലയിൽ ഇവർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണ്. ആ സമയത്ത് തന്നെ, ഈ കപ്പൽ മുങ്ങിയ സമയത്ത് തന്നെ 14 പേരെ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു. പക്ഷേ മറ്റ് 7 പേർക്കായിട്ടുള്ള തെരച്ചിൽ പിന്നീട് നടക്കുകയായിരുന്നു. അതിൽ 3 ഇന്ത്യക്കാർ മരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. 5 മലയാളികളെയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇതിൽ 2 പേരുടെ, ഈ രക്ഷപ്പെടുത്തിയതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. സ്ഥിതി നിരീക്ഷിച്ചു വരുന്നതായി ഈ DG ഷിപ്പിംഗ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ബന്ധപ്പെടാനുള്ള നമ്പർ കൂടി ഹൈക്കമ്മീഷണർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ സമീപത്തെ മേഖലയിൽ, അതായത് നങ്കൂരമിട്ടിരുന്ന ഈ കപ്പലിന് സമീപത്തേക്ക് പുറപ്പെട്ടിരുന്ന ഈ ഒരു ബോട്ടിലാണ് 21 പേരടങ്ങിയ സംഘം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ കപ്പലിന് സമീപം അറിയുകയും ആ സമയത്ത് 14 പേരെ വെള്ളത്തിൽ നിന്ന് തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ബാക്കി 5 പേരെ മലയാളികളാണ്. 5 പേർക്കായിട്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ് 24 മണിക്കൂറായി തുടരുകയാണ്. 3 ഇന്ത്യക്കാരാണ് മരിച്ചത്. മലയാളിയടക്കം 5 പേരെ കാണാതായിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരവുമാണ് എന്നാണ് MG റിപ്പോർട്ട് ചെയ്യുന്നത്.